നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. എൻ്റെ രീതിയിലുള്ള ചിക്കൻ കറി കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വരും. ഇത് കഴുകി വരച്ച് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതെൻ്റെ മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലയൊക്കെയുള്ള എൻ്റെ മസാലപ്പെട്ടിയാണ്. അപ്പോൾ ഈ മസാല എല്ലാം കൂടെ കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ പൊടി എല്ലാം കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. എന്നിട്ട് ഈ ചിക്കൻ വറുത്തിട്ട് വേണം എനിക്ക് വറുത്തുണ്ടാക്കണം ഇഷ്ടം. അതിൻ്റെ പച്ചവടകളൊക്കെ വറുത്തുണ്ടാക്കണം അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒത്തിരി ഒന്നും മറക്കണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി. എന്നിട്ട് അതിന് വേണ്ട ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ട സവാള, ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് അരിയണം. ഇതിങ്ങനെ ഞൊടിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മൾ തന്നെ അരിയണം. എന്നിട്ട് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്ത സെറ്റ് എടുത്തിട്ട് അതെടുത്ത് നമുക്ക് സവാള എടുത്തിട്ട് അരിയാമേ. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇങ്ങനെ സൈസായിട്ട് ചെറിയ സൈസായിട്ട് അരിയാൻ മതി. ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം കൂടെ നമുക്ക് ആ ചിക്കൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കും കേട്ടോ. അതാണ് എനിക്കിഷ്ടം. അതിനകത്ത് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ചീനിച്ചട്ടി ഒന്നും നോക്കണ്ട കേട്ടോ. അത് പരമ്പരാഗതമായി കൈമാറി കിട്ടി ചീനിച്ചട്ടി. അതിൻ്റെ കളറും കാര്യങ്ങളും തുരുമ്പൊടിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതിനകത്തുണ്ടാക്കുന്ന കറി മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ അത് സവാള നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ചുകൂടെ മസാല ചേർക്കാനുണ്ട്. ഒത്തിരി ഒന്നും ചേർക്കണം, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനകത്ത് പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരുപാട് മസാല ഒന്നും ചേർക്കണ്ട. അതിനകത്തോട്ട് വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വറുത്ത ചിക്കനും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതൊന്ന് സെറ്റായി കഴിഞ്ഞ് നന്നായിട്ട് മൊത്തം ചിക്കനിലോട്ട് വറുത്തിരിക്കുന്നോട്ട് എല്ലാ ഗ്രേവി അങ്ങ് പിടിക്കാൻ വരുന്ന സെറ്റാക്കി അങ്ങോട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം എൽസമ്മാസ് കിച്ചണിലെ ചിക്കൻ കറി റെഡി. ഇങ്ങനെയാണോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണേ. നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചിക്കനാണ്, നല്ല ചിക്കൻ കറിയാണ്.